ഹലോ. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കണേ. അതായത് നമ്മളുടെ അലമാരി, അതായത് വാർഡ്രോബ് എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് പഴയ മോഡലൊരു വാർഡ്രോബാണ്, സ്റ്റീലിൻ്റെ ആണ്. അതൊരു 16 വർഷത്തോളം പഴക്കമുള്ള ഒരു അലമാരിയാണ്. പക്ഷേ അന്നേ മോസ്റ്റ് മോഡേൺ കൺസെപ്റ്റ്സുമായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് വന്നേക്കണേ. നമ്മൾ തൃശ്ശൂർ ഗോദ്രേജിൻ്റെ ഷോറൂമിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതായത് പല അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്കുള്ളിൽ തന്നെ, ഈവൻ നമുക്ക് വുഡനിലാണല്ലോ നമുക്കിതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്താൻ പറ്റുക. പക്ഷേ ഇതിൽ അന്നേ 16 വർഷം മുമ്പേ ആ ഒരു സൗകര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഷെൽഫിൻ്റെ ഹൈറ്റ്സ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, എങ്ങനെ പല ടൈപ്പ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൈ ചെയ്യാം ഡ്രസ്സിനനുസരിച്ചിട്ട്. അങ്ങനത്തെ ഒരു വാർഡ്രോബാണ്. അപ്പോൾ നമുക്ക് പല സമയത്തും ഇത് മാറ്റി വാങ്ങണം എന്നൊക്കെ തോന്നിയാലും വാങ്ങാൻ നമുക്ക് മനസ്സ് വരാഞ്ഞത് ഈ ഒരു സൗകര്യം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് പണ്ടത്തെ ഒരു ക്വാളിറ്റി ഒന്നും ഇപ്പോൾ കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഇത് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു. അതായത് നാട്ടിൽ പോണ ഒരു സമയത്ത് തൊട്ടിട്ട് ഭയങ്കരമായിട്ട് അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം, ഞാൻ എങ്ങനെയാണ് വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. വലിയവരുടെ അഡൽസിൻ്റെ, കുട്ടികളുടെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ ആൾക്കാരുടെ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ ധൈര്യം വന്നു തുടങ്ങിയത് വീഡിയോസ് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കാരണം പേര് മാറ്റിയല്ലോ, പേര് മാറ്റുന്നതിന് മുമ്പ് നിത്തു ആൻഡ് കിത്തൂസിൻ്റെ മാത്രം വീഡിയോ ആയിരുന്നു. ഈവൻ ഞാൻ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കണ്ടൻ്റായിട്ട് കൊണ്ടുവരാം. ഞങ്ങളുടെ ഫുള്ളായിട്ടുള്ള എല്ലാവരുടെയും കൂടിയിട്ടുള്ളതും നമുക്കിപ്പോൾ കണ്ടൻ്റായിട്ട് വരാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ധൈര്യം കാണിച്ചത്. പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഞാനിങ്ങനെ ഫേസ്ബുക്ക് വീഡിയോസ്, യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ വാർഡ്രോബ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയണത്. അപ്പോൾ അതിനുള്ള പല സാധനങ്ങളും നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇതിൽ ഇങ്ങനെ ഓരോ ടൈപ്പ് ഡ്രസ്സസ് എങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണേ എന്നുള്ളത് ഒക്കെയാണ് കാണിക്കണേ. ഞാൻ ഹെന്നയൊക്കെ ഒരു മാസത്തിലൊരിക്കലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഹെന്ന വെച്ചതിൻ്റെയാണ് കേട്ടോ തലയിൽ ആ ഒരു ഷവർ ക്യാപ്പ് വെച്ചേക്കണേ. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. ഹെന്നയിട്ട് എന്തായാലും ഒരു 1 hour നിൽക്കണം. അപ്പോൾ ആ ഒരു 1 hourലാണ് ഞാൻ എൻ്റെ പണികൾ ചെയ്തത്. അതിൻ്റെ ഇടയിൽ നമ്മൾ റിംഗ് ലൈറ്റ്, ഈ ഒരു റൂമിൽ പെയിൻറ്റിങ് കണ്ടില്ല, ഒരു ഓറഞ്ച് കളറായതുകൊണ്ട് ലൈറ്റിങ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് അവിടെ വെച്ചേക്കണേ. ഉള്ളിലേക്ക് ലൈറ്റേ ഇല്ല ശരിക്കും. നമ്മൾ ഗോപ്രോയിൽ എടുക്കുമ്പോൾ ഗോപ്രോയിൽ ലൈറ്റ് ഇല്ലല്ലോ. ഫോണാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇത് പാൻറ്റുകളില്ലേ, നമ്മുടെ ലേഡീസ് വാർഡ്രോബിൽ എത്ര ടൈപ്പ് പാൻറ് ഉണ്ടെന്നൊക്കെ ഞാൻ ഓരോന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ബ്രാൻഡൊക്കെ കാണിക്കുന്നുണ്ട്. പ്രിസ്മ, ഗോ കളേഴ്സ് എന്നൊക്കെ വാങ്ങിച്ചത്, അങ്ങനെ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ലോക്കൽ ബ്രാൻഡ്സ് ഉണ്ട്, നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങണത്. അപ്പം പാൻറ് എങ്ങനെയാണ്. പിന്നെ നമ്മളെപ്പോഴും വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുർത്ത ഐറ്റംസ് ഇല്ലേ, ചുരിദാർ ഐറ്റംസ്, അതിൻ്റെ ടോപ്സൊക്കെ ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ട് കണ്ടില്ലേ. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗം ടച്ച് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാനത് എപ്പോഴും പണ്ട് തൊട്ടേ ഇങ്ങനെ ഹാങ് ചെയ്തിടാറ്, ഫുൾ ലെങ്ത്തിൽ ഹാങ് ചെയ്തിടാറുണ്ട് പതിവ് ഇതുപോലെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രസ്സ് മിസ്സാവില്ല. നമുക്ക് മിസ്സാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മടക്കി ഇങ്ങനെ ഒതുക്കി വെക്കുമ്പോൾ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പല ഡ്രസ്സുകളും നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. അത് കുറേ കാലത്തിന് ശേഷം ഒരു ഡീക്ലട്ടർ ചെയ്യുന്ന സമയത്തായിരിക്കും അയ്യോ ഈ ഡ്രസ്സ് ഇവിടെ ഉണ്ടായിരുന്നോ, നമ്മൾ ഇത്രയും കാലം അത് കണ്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഹാങ് ചെയ്ത് ഒരു ഫുൾ ലെങ്ത്തിൽ ഹാങ് ചെയ്തിടുന്ന ഒരു ഇതിനാണ് എനിക്ക് താല്പര്യം. ഇത് എൻ്റെ കല്യാണ സാരിയാണിത്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ സാരിയായിട്ട് ഈ വീട്ടിൽ. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് ഇവിടെ വെച്ചേക്കാണ്. പിന്നെ ഇതേ ഒരു ഫുൾ ലെങ്ത്ത് ഇവിടെ കിട്ടണോണ്ട് നമുക്ക് എത്ര ലോങ് ടോപ്സ് വേണമെങ്കിലും ഇവിടെ നമുക്ക് തൂക്കിയിടാം. അതിനനുസരിച്ച് ഹാങ്ങേഴ്സ് ഉണ്ടായാൽ മതി. പിന്നെ നമുക്ക് അറിയാമല്ലോ, കുറേ യൂസ് ചെയ്ത് പഴകിയത് അപ്പം നമ്മൾ അവിടെ നിന്ന് മാറ്റും. ഞാൻ വീട്ടിൽ കുർത്തിയൊന്നും ഇടാറില്ല ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ, അതുകൊണ്ട് എനിക്ക് ആ ഒരു രീതിയിൽ യൂസ് ഇല്ല. അപ്പം ഞാനതെടുത്ത് മറ്റേ അലമാരി ഉണ്ട് അവിടെ, ഇൻബിൽഡായിട്ടുള്ളൊരു ഷെൽഫ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് മാറ്റി വയ്ക്കും. ഈ ഒരു ഡ്രസ്സൊക്കെ ഞാൻ നാട്ടിൽ പോണതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ട്രെൻഡ്സിൽ ഒരു ഓഫർ പോകുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് ഭംഗി പോണതിന് മുമ്പ്, അത് ഇട്ട് കഴുകി കഴിഞ്ഞാൽ ഭംഗി പോലും, അപ്പോൾ അതിന് മുമ്പൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് 4 എണ്ണമാണ് വാങ്ങിച്ചത്. അപ്പോൾ നല്ലൊരു ഓഫറിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്. ഈ ഒരു ലാവൻഡർ ഭയങ്കര ട്രെൻഡായിട്ട് മീഷോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് 431 റുപ്പീസിനാണ് എനിക്ക് വാങ്ങിച്ചത്. അതൊരു ഫുൾ സെറ്റായിരുന്നു കേട്ടോ.
നല്ല ക്വാളിറ്റി ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് ആദ്യം വാങ്ങിച്ചിട്ട് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഓഫീസിലുള്ള എല്ലാവരും വാങ്ങിച്ചു. യൂണിഫോം പോലെയായി ഇപ്പോൾ. ഇതുവരെ ഇട്ടിട്ടില്ല നമ്മൾ ഓഫീസിലേക്ക്, അതിനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഷെൽഫിലെ ടീഷർട്ട്സ്, അതായത് എപ്പോഴും നമുക്ക് യൂസ് ഇല്ല, നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ലേ യൂസ് ഉള്ളൂ. അത് ഇൻ ദ സെൻസ് നമ്മൾ ഔട്ടിങ്ങിന് അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ടീഷർട്ട്, ഓഫീസിലേക്കൊന്നും ടീഷർട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് താഴെ ഒരു മിഡിലായിട്ട് വെച്ചു. പിന്നെ ആ ഒരു ജീൻസ് അല്ലെങ്കിൽ ജഗ്ഗിങ്സ് പോലെയുള്ള സംഭവങ്ങളും അതിൻ്റെ കൂടെ തന്നെ വെച്ചു. അപ്പോൾ ഈ കാണുന്നത് എന്താ വെച്ചാൽ ഏറ്റവും താഴെയുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു ഒരു വർഷം. അപ്പോൾ ആ ജിമ്മിൻ്റെ സമയത്ത് നമ്മൾ ജിം ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളതാണ് ഏറ്റവും താഴെ വെച്ചേക്കണേ. ഇപ്പോൾ ഈ ഓഫീസിൽ പോയി തുടങ്ങിയതിന് ശേഷം സമയമില്ലാത്തതുകൊണ്ട് ജിമ്മിനൊന്നും പോകണില്ലല്ലോ. പക്ഷേ ആ ടീഷർട്ട്സൊക്കെ നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് കളയാൻ തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ ഏറ്റവും താഴെയുള്ള ഷെൽഫിൽ ഒതുക്കി വെച്ചു. ഇത് ആ കാണുന്നതാണ്. അത് മുകളിൽ എന്താ വെക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ കുറേ ഡ്രസ്സുകളുണ്ട്, അതായത് നമുക്ക് എപ്പോഴും ഇടാൻ പറ്റാത്ത ഒരു, നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കുള്ളത് അല്ലെങ്കിൽ കോൾഡ് ഷോൾഡറൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യില്ലല്ലോ. എന്തെങ്കിലും ഒരു പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ഏറ്റവും താഴെ വെക്കണ രീതിയിൽ. പിന്നെ സെറ്റ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ ടൈപ്പുള്ള ആ ഒരു ടൈപ്പ്, പിന്നെ ഈ ഹെവി വർക്കുള്ളത്, പിന്നെ നമ്മൾ തീരെ യൂസ് ചെയ്യാത്തത് ഞാൻ ഏറ്റവും താഴെ വെച്ച ജിം ഡ്രസ്സിൻ്റെ കൂടെ. അപ്പോൾ ഇതൊക്കെ ജിമ്മിൻ്റെ ടീഷർട്ട്സ് ആയിരുന്നു. അപ്പോൾ കളയാൻ തോന്നുന്നില്ല, നല്ലതാണ്, ക്വാളിറ്റിയാണ്, എപ്പോഴെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ ഒതുക്കി വെച്ചു. നമ്മൾ മുകളിൽ എവിടെയെങ്കിലും കയറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ ആ കാര്യം മറക്കും, പിന്നെ ഒരിക്കലും അത് എടുക്കലുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കുർത്താസിൻ്റെ ഒക്കെ മാച്ചിങ്ങിനുള്ള പാൻറ്റുകളുണ്ട്. അപ്പോൾ ആ പാൻറ്റുകൾ, അതായത് നമ്മൾ സിഗരറ്റ് പാൻറ്റ്സ് അങ്ങനത്തെ, ഞാൻ ലെഗിൻസേ യൂസ് ചെയ്യാറില്ല, എനിക്ക് തീരെ താല്പര്യമില്ല. ഇങ്ങനെ പോക്കറ്റുള്ള പാൻറ്റ്സ് നമുക്ക് പ്രിസ്മയിലോ ഗോ കളേഴ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ ഈ ഇപ്പോൾ സെറ്റായിട്ടാണല്ലോ വരിക, മറ്റേ കോഡ് സെറ്റ് എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ അതിൻ്റെ പാൻറ്റുകളെല്ലാം കൂടിയിട്ട് ഇതുപോലെ നമുക്ക് ഈ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ കുർത്ത എടുക്കുന്ന സമയത്ത് പാൻറ്റുകൾ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ തന്നെ, റൈറ്റ് സൈഡിൽ. അപ്പോൾ എനിക്ക് വളരെ ഈസിയാണ് മാച്ച് ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടുകയും ചെയ്യാം പല ടൈപ്പ്. അപ്പോൾ ഇത് അവിടെ തന്നെ വെച്ചു. ഇങ്ങനത്തെ പ്ലെയിൻ ഉണ്ട്, പ്രിൻ്റഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ജീൻസും ടീഷർട്ട്സൊക്കെ വെച്ചേക്കണേ. അങ്ങനത്തെ നമ്മുടെ കട്ടിലൊക്കെ ഒരുവിധം കാലിയായി, ഒരുവിധം ഒതുക്കി കഴിഞ്ഞു. ഇനി കുറച്ചൊക്കെ കളയാനുള്ള പറഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇവിടെ ഹൗസ് ഹെൽപ്പിന്, എൻ്റെ ഹൗസല്ല ഫ്ലാറ്റിൻ്റെ ഹെൽപ്പിന് ഒരു ചേച്ചി വരാറുണ്ട്. അപ്പോൾ ആ ചേച്ചി ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ ആണെങ്കിലും കൊടുക്കും, എൻ്റെയും അതെ. എൻ്റെ ഒന്നും അങ്ങനെ വളരെ നാശാവാറേ ഇല്ല, ഒന്നും ബട്ടൺ പൊട്ടാറൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. യൂസ് ചെയ്ത് നമുക്ക് മടുക്കും എന്ന് പറയുമല്ലോ, ഒരു 3-4 വർഷമൊക്കെ യൂസ് ചെയ്തത് പിന്നെ നമുക്ക് ഒരു മടുപ്പ് വരുമല്ലോ. അപ്പോൾ അത് നാശമായിട്ടും ഉണ്ടാവില്ല, കളയാനോ കീറാനോ ഒന്നും തോന്നാത്തതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. അവർക്ക് വീട്ടിലെങ്കിലും ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെയാണ് നമ്മുടെ ഈ ഒരു ഷ്രഗ് ഐറ്റംസ്. അതും ഒരു 3-4 നമ്മൾ സേവ് ചെയ്ത് വെക്കുമല്ലോ എല്ലാത്തിനും. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു ഹാങ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഹാങ് ചെയ്തിട്ട് എൻ്റെ അടിയിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ യൂസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മടക്കിയിട്ട് നമ്മൾ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനാണ് പോണേ. അപ്പോൾ അത് അവിടെ ആകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് മിസ്സാവില്ല, അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമായിരിക്കും. പിന്നെ ഈ മുകളിലുള്ളതാണ് ഏറ്റവും മിസ്. അവിടെ ഒന്നും നമുക്ക് ഡ്രസ്സുകളായിട്ട് വെക്കാണ്ടിരിക്കണതാണ് നല്ലത്. കാരണം ഒന്നാമത് എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് എത്തില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഒന്നും യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് മുകളിൽ വയ്ക്കാൻ ഉദ്ദേശിക്കണേ. പിന്നെ എന്താ കുറച്ച് ഹെവി വർക്കുള്ള ഷോൾസാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അത് ഞാൻ കുറച്ച് ഫങ്ഷൻ വെയേഴ്സിൻ്റെ ഒക്കെ ഒരു ടൈപ്പാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഭാഗത്ത് വെച്ചു. പിന്നെ ആ മുകളിലുള്ള ഭാഗം ഒതുക്കലായിരുന്നു. പിന്നെ അവിടെ കുറച്ച് സാരി, അതായത് കല്യാണ സാരി അല്ലാതെ അമ്മ എനിക്ക് തന്നിട്ട് പോയിട്ടുള്ള സാരികളൊക്കെ ഉണ്ട്. സാരികളില്ല, സാരി, ഇത് ഈ സെറ്റിൻ്റെ സാരി. പിന്നെ തിരുവാതിര കളിയൊക്കെ കളിച്ച സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കാണുന്നവരാണെങ്കിൽ തിരുവാതിരയുടെ ആ സെറ്റുമുണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്നുള്ള രീതിയിൽ ഞാനൊന്നും ഇതുവരെ ഒരമ്പലത്തിൽ പോകുമ്പം സാരി ചുറ്റി പോയിട്ടില്ല. എനിക്ക് സാരി ചുറ്റാൻ ശരിക്കും പറഞ്ഞാൽ അറിയേയില്ല. ഞാൻ ചുറ്റിയാലും ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ സാരികളൊന്നും ഇവിടെ വെക്കാറുമില്ല, വാങ്ങാറുമില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രം വാങ്ങിക്കും, ഒരേ ഒരു പ്രാവശ്യം യൂസ് ചെയ്യും. ബ്ലൗസുകളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ബ്ലൗസുകളും ഇങ്ങനെ പെരുകിയിരിക്കണേ. പിന്നെ എപ്പോഴെങ്കിലും യൂസ് വരുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടി ഓടാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് സൂക്ഷിച്ച് വെക്കണേ. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്താൽ മതിയല്ലോ.
പിന്നെ ഇങ്ങനത്തെ കുറേ ഓർഗനൈസേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഓരോ സമയത്ത് നമ്മൾ ചേഞ്ച് ചെയ്യുമല്ലോ ഓരോന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അലമാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും, ചിലപ്പോൾ കുട്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് ഓർഗനൈസേഴ്സ് ചിലപ്പോൾ യൂസ് ആവും, ചിലപ്പോൾ യൂസ് ആവില്ല. നമുക്കത് കളയാനും പറ്റില്ല, നല്ല സാധനമായിരിക്കും. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് സൂക്ഷിച്ച് വെക്കും. പിന്നെ നമ്മൾ ഹാൻഡ് ബാഗാണ് ഇവിടെയൊക്കെ വെക്കാൻ നല്ലത്, കാരണം നമുക്ക് കാണാനും ആക്സസ് ആണ്, എടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഹാൻഡ് ബാഗ്സും പിന്നെ തീരെ യൂസ് ഇല്ലാത്ത ആ ഒരു സാരി സെറ്റുമുണ്ട് അങ്ങനത്തെ ഒക്കെ സാധനമാണ് മുകളിൽ വെച്ചേക്കണേ. അങ്ങനെ ലാസ്റ്റ് നമ്മൾക്ക് ചെറിയൊരു അപ്ഗ്രഡേഷൻ എന്നുള്ള രീതിയിൽ ഈ ലൈറ്റ്, ഓൾറെഡി എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ ഈ ലൈറ്റ് വാങ്ങണ വീഡിയോ ഗിഫ്റ്റായിട്ട് കിട്ടണതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴാണ് ഇവിടെ യൂസ് ചെയ്തേക്കണേ. അതായത് നമുക്ക് ഇവിടെ വെച്ചത് ഒരു മാഗ്നറ്റിക്കാണ്, നമുക്ക് ഇടയ്ക്ക് എടുത്ത് ചാർജൊക്കെ ചെയ്യാവുന്ന ടൈപ്പാണ്. അപ്പോൾ അത് ഇതിൽ ഫിറ്റ് ചെയ്തത്, അപ്പോൾ നമുക്കൊരു ലുക്കും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്താനോ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് വേഗം വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.